ഹലോ ഡിയേഴ്സ്, വളരെ സിമ്പിളായിട്ടുള്ള മറ്റൊരു ചാപ്റ്ററാണ് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ്. കാരണം ഇതിനകത്ത് ചില കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുമെങ്കിലും ചിലത് വളരെ ജനറൽ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതിനകത്തുണ്ട്. സോ അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ ഒരിക്കലും വിട്ടുപോകരുത് എന്നുള്ളതാണ്. സോ ഇതിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നതെന്ന് നമുക്ക് നോക്കാം. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യനുകൾ എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് 4 തടസ്സങ്ങൾ ഏതാണ് നമ്മുടെ ശരീരത്തിലോട്ട് രോഗാണുക്കൾ എത്തുന്നതിന് മുന്നേ ഉള്ള 4 തടസ്സങ്ങൾ. ഒന്ന് നമ്മുടെ തൊലി കാര്യങ്ങളാണ്, അതിനകത്ത് ഫിസിക്കൽ ബാരിയർ എന്നാണ് അതിനെ വിളിക്കുക. രണ്ടാമത്തത് ഫിസിയോളജിക്കൽ ബാരിയറാണ്, അതായത് നമ്മുടെ വയറ്റിൽ ആസിഡ് ഉണ്ട്, നമ്മുടെ വായിൽ ഉമിനീരുണ്ട്, അതൊക്കെ ബാക്ടീരിയയെ കൊല്ലും. അപ്പോൾ അത്തരം തടസ്സങ്ങളെ ഫിസിയോളജിക്കൽ ബാരിയർ എന്നാണ്. പിന്നെ നമ്മുടെ ശരീരത്തിൽ കോശങ്ങളുണ്ട്, ബ്ലഡിലോട്ട് അണുക്കൾ എത്തിക്കഴിഞ്ഞാൽ സെല്ലുലാർ ബാരിയർ എന്നാണ് ഇതിനെ വിളിക്കുക. ബ്ലഡിലുള്ള ലൂക്കോസൈറ്റുകൾ WBC, അപ്പം വൈറ്റ് ബ്ലഡ് സെൽസ്, അപ്പം WBCയിൽ എന്തുണ്ട്, ന്യൂട്രോഫില്, അതുപോലെ നാച്ചുറൽ കില്ലർ സെല്ല്, അവരൊക്കെ രോഗാണുക്കളെ കൊല്ലും. അപ്പോൾ അത് സെല്ലുലാർ ബാരിയറാണ്. പിന്നെ ചില സെല്ലുകളെ വൈറസ് ഇൻഫെക്റ്റ് ചെയ്താലേ, അറ്റാക്ക് ചെയ്താൽ, വൈറസ് വന്നു കഴിഞ്ഞാൽ അവരുണ്ടാക്കുന്ന കെമിക്കലാണ് ഇൻ്റർഫെറോൺ. ഈ ഇൻ്റർഫെറോൺ ഒരു സൈറ്റോകൈനാണ്. അപ്പോൾ ഈ ഇൻ്റർഫെറോൺ എന്ത് ചെയ്യുന്നത്, ബാക്കി സെല്ലുകളെ വൈറസിൻ്റെ അറ്റാക്കിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പോൾ ആ ബാരിയറാണ് സൈറ്റോകൈൻ ബാരിയർ എന്ന് വിളിക്കുന്നത്. ദെൻ പിന്നീട് ഇതിനകത്ത് HIV ബന്ധപ്പെട്ട് എയ്ഡ്സുമായി ബന്ധപ്പെട്ട് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിനകത്ത് സിമ്പിൾ ക്വസ്റ്റ്യനുകൾ ഉണ്ട് എന്നുള്ളത്. അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എയ്ഡ്സ് ടച്ചിലൂടെ അല്ലെങ്കിൽ ഫിസിക്കൽ കോൺടാക്റ്റിലൂടെ പകരുമോ എന്നാണ്, ഇല്ല എന്നുള്ളതാണ്. പിന്നെ അതിനകത്ത് എയ്ഡ്സിൻ്റെ ടെസ്റ്റ് ELISA നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും, എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബൻറ്റ് അസ്സേ എന്നാണ് ആ ടെസ്റ്റിൻ്റെ പേര്. പിന്നെ HIV എങ്ങനെയാണ് ഹ്യൂമൻ ബോഡിയെ ഇൻഫെക്റ്റ് ചെയ്യുന്നത്, കാരണം HIV വൈറസ് ഇപ്പം ഉള്ള ഒരാളിൽ നിന്നും അയാളുടെ ബോഡി സെക്രീഷൻസ്, ഉദാഹരണം ഇപ്പോൾ അയാളുടെ സെമൻ അല്ലെങ്കിൽ അയാളുടെ ബ്ലഡ് ഒക്കെ മറ്റൊരാളിലോട്ട് വൂണ്ട് വഴിയൊക്കെ അവരുടെ ബ്ലഡിലോട്ട് എത്തുമ്പോൾ ബ്ലഡിനകത്ത് മാക്രോഫേജ്, T ഹെൽപ്പർ സെൽസ്, അവരെ ഈ ഒരു HIV എന്ത് ചെയ്യും, അറ്റാക്ക് ചെയ്യും. അപ്പം എന്നിട്ട് ഈ HIV വൈറസിൻ്റെ DNA ആ ഒരു മാക്രോഫേജിലോട്ടും T ഹെൽപ്പർ സെല്ലിലോട്ടൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ ആ മെക്കാനിസം കാര്യങ്ങൾ NCERTയിൽ ഒരു ഡയഗ്രം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ കാര്യങ്ങൾ നമ്മൾ പറയാം. ആദ്യം ക്വസ്റ്റ്യൻ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഓരോ അസുഖങ്ങളും അതിൻ്റെ രോഗാണുക്കൾ അത് ഏതാണെന്ന് നിങ്ങൾ പഠിക്കണം. ഇതിനകത്ത് ഇപ്പം കറക്റ്റ് പെയർ ഇതിൽ നിന്ന് എടുക്കാനാണ്. നമുക്കറിയാം ഇത് മലേറിയ പ്ലാസ്മോഡിയമാണ് ഇതിനകത്ത് കറക്റ്റ്. അസ്കാരിയാസിസ് എൻഡമീബ അല്ല, അസ്കാരിസ് ആണ്. ടൈഫോയിഡ് സാൽമോണല്ലയാണ്. സ്ട്രെപ്റ്റോകോക്കസ് ഒക്കെ ഉണ്ടാക്കുന്നത് മറ്റ് ഇൻഫെക്ഷനും അതുപോലെ ന്യൂമോണിയ കാര്യങ്ങളൊക്കെയാണ്. ഫൈലേറിയ ഇത് ഉച്ചറേറിയാണ് മന്ത് ഉണ്ടാക്കുന്നത്. റിനോ വൈറസ് കോമൺ കോൾഡാണ്. അപ്പോൾ അത്തരത്തിലൊക്കെ നമ്മൾ ഇതിനകത്തും പഠിച്ചിരിക്കുക. അതിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ നമ്മളൊരു ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അടുത്ത സ്ലൈഡിൽ കാണാം. ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി, പാസീവ് ഇമ്മ്യൂണിറ്റി എന്താണ്, നമ്മുടെ ശരീരത്തിലോട്ട് രോഗം വന്നിട്ട് ശരീരം നമുക്ക് അതിന് പ്രതിരോധം ഉണ്ടാവുക, അല്ലെങ്കിൽ വാക്സിൻ എടുത്തിട്ടുണ്ടാകുന്ന പ്രതിരോധമാണ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. അതല്ലാണ്ട് ആൻറ്റിബോഡി ഡയറക്റ്റ് കുത്തിവെക്കുന്ന കിട്ടുന്ന പ്രതിരോധമാണ് പാസീവ് ഇമ്മ്യൂണിറ്റി, അത് താൽക്കാലികമാണ്. ദെൻ ആൽക്കഹോള്, ഡ്രഗ് അബ്യൂസൊക്കെ ഉപയോഗിക്കുന്നവരിൽ നമ്മൾ കൗമാരക്കാരിൽ അത് തടയാൻ എന്ത് മാർഗ്ഗങ്ങൾ എടുക്കണം, വളരെ സിമ്പിളാണ് ഈ ക്വസ്റ്റ്യനൊക്കെ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇതിനകത്ത് സിമ്പിളായിട്ട് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനുകളുണ്ട് എന്നുള്ളത്. പിന്നീട് ഇതിനകത്ത് ഇപ്പം നമ്മളൊരു ടേബിൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഓരോ അസുഖങ്ങളും അത് ഉണ്ടാക്കുന്ന രോഗാണുവിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്, പിന്നെ അതിൻ്റെ ലക്ഷണങ്ങളും എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്കിപ്പോൾ അറിയാവുന്ന കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ദെൻ ടൈഫോയിഡ് ഒക്കെ ആണെങ്കിൽ ഭയങ്കര പനി, വീക്ക്നെസ്, വയറുവേദന, കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം കാര്യങ്ങളൊക്കെ. പിന്നെ ന്യൂമോണിയ ആണെങ്കിൽ ഫീവർ, ചിൽസ്, കുളിരുള്ള പനി, കഫം, ഹെഡേക്ക് ഒക്കെ. പിന്നെ മന്താണെങ്കിൽ താഴെ കാലും ഒക്കെ ഭയങ്കരമായിട്ട്, ജെനിറ്റൽ ഓർഗൻസ് ഒക്കെ, ലൈംഗിക അവയവങ്ങൾ അതൊക്കെ ഭയങ്കരമായിട്ട് തടിച്ച് വീർത്ത് ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥ. ദെൻ അസ്കാരിസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ബ്ലീഡിങ് ഉണ്ടാവും. അപ്പം ഇൻറ്റേർണൽ ബ്ലോക്കേജ് ഓഫ് ഇൻറ്റസ്റ്റൈനൽ പാസേജ്, ഫീവർ, അനീമിയ കാര്യങ്ങൾ. റിംഗ് വേം ആണെങ്കിൽ അത് ഒരു വട്ടച്ചൊറി പോലെ ഇങ്ങനെ ഡ്രൈ സ്കെയിലി സി ഉണ്ട് അവിടെ. ഓൺ സ്കിന്ന്, നെയിൽ, സ്കാൽപ്പ് ഭയങ്കര ചൊറിച്ചിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിനകത്ത് ലക്ഷണങ്ങളൊക്കെ ചോദിച്ചിട്ട് ചിലപ്പം ഏതാണ് അസുഖം എന്നൊക്കെ ചോദിക്കുക, ആ ടേബിളിൽ നിന്ന് നോക്കിയിട്ട് പോവുക. പിന്നെ ഇതാണ് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനുകൾ എന്ന് പറഞ്ഞാൽ എയ്ഡ്സിൻ്റെ ക്വസ്റ്റ്യൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്, കണ്ടില്ല, 5 മാർക്കിനൊക്കെയാണ്. ദെൻ ആൽക്കഹോൾ അല്ലെങ്കിൽ ഡ്രഗ് അബ്യൂസിൻ്റെ പ്രശ്നങ്ങൾ, അത് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ള രീതിയിൽ, അതൊക്കെ ജനറൽ ടൈപ്പ് ഓഫ് ഒരു ക്വസ്റ്റ്യൻസ് തന്നെയാണ്. പിന്നീട് ഇതിനകത്ത് ആൻറ്റിബോഡി ചോദിക്കാറുണ്ട്. ആൻറ്റിബോഡിയിൽ ഇപ്പോൾ ഇതിനകത്ത് AB ഇങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് B എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിപ്പോൾ ചെറിയതല്ല, അപ്പോൾ ലൈറ്റ് ചെയിൻ, ഇത് ഒരുപാട് വെയിറ്റ് ഇല്ല, അപ്പോൾ അത് ഹെവി ചെയിൻ, അത്രയാണ്. അത് ആൻറ്റിബോഡിയുടെ സ്ട്രക്ചറാണ്. ആ സ്ട്രക്ചറിലെ ഭാഗങ്ങളൊക്കെ നിങ്ങളൊന്ന് നോക്കി വെക്കുക. ചിലപ്പോൾ ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റൊക്കെ ചോദിച്ചേക്കാം. സോ നമ്മൾ അടുത്തതിലോട്ട് പോകുമ്പോൾ കണ്ടോ, ആൽക്കഹോളിൻ്റെ പെട്ടെന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഒരുപാട് കാലം അത് ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഫാർ റീച്ചിങ് എഫക്റ്റ് ഒക്കെ. ദെൻ നിങ്ങൾ പഠിച്ച എഫക്റ്റുകൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വാക്സിൻസ്, എന്താണ് വാക്സിൻ, അതുപോലെ തന്നെ എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് വാക്സിനേഷൻ എന്നുള്ള രീതിയിൽ. അപ്പോൾ രോഗാണുവിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളോ അല്ലെങ്കിൽ രോഗാണുവിനെ നിർവീര്യമാക്കിയിട്ടോ ഒക്കെ നമ്മുടെ ശരീരത്തിലോട്ട് കുത്തിവെക്കുന്നതാണ് ഇത് വാക്സിൻ. അതുപോലെ തന്നെ വാക്സിനേഷൻ്റെ പ്രിൻസിപ്പിൾ ഇത് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം ഇതിൻ്റെ പിന്നെ മറ്റു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പ്രോട്ടോസോവൻ ഡിസീസുകൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ അതിൻ്റെ കൊസേറ്റീവ് ഓർഗാനിസം, എനി 2 സിംറ്റംസ്, ഇതിനകത്ത് ഏതെങ്കിലും 2 സിംറ്റംസ് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതുപോലെ തന്നെ പിന്നീട് നമ്മുടെ
അപ്പോൾ പ്രോട്ടോസോവൻ ഡിസീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏതൊക്കെയാണ് പ്രോട്ടോസോവൻ. അതിനകത്ത് എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക ഉണ്ടാക്കുന്ന അമീബിയാസിസ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മലേറിയ പ്ലാസ്മോഡിയം വൈവാക്സ് ഒക്കെ ഉണ്ടാക്കുന്നവർ മലേറിയ കാര്യങ്ങളൊക്കെ അതിനകത്ത് ഏതെങ്കിലും 2 ലക്ഷണങ്ങൾ പറയാനുമാണ് അതുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ അമീബിയാസിസ് കാര്യങ്ങൾ അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ അതിനകത്ത് നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ ഇതിനകത്ത് സെൻട്രൽ നെർവസ് സിസ്റ്റം, ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റാണ്. അപ്പോൾ ഇവിടെ ഡ്രഗ്സ് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടാണ്. കനബിനോയിഡ് റിസപ്റ്റേഴ്സ് നമ്മുടെ ബ്രെയിനിനകത്ത് ഉണ്ട്. അതുപോലെ അത് ഇപ്പം ഏത് പ്ലാന്റിൽ നിന്നാണ്, കനാബിസ് സറ്റൈവയിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ വരിക നമ്മൾ 3 കാറ്റഗറിയാണ് പഠിക്കുന്നത്. ഒന്ന് ഓപ്പിയോയിഡ്സ് ആണ്. ഓപ്പിയോയിഡ്സ് ഇപ്പം പപ്പാവർ സോംനിഫറമാണ്. പിന്നെ കൊക്ക ആൽക്കലോയിഡ്. കൊക്കൈന് നമ്മുടെ ഇൻ്റർഫിയേഴ്സ് വിത്ത് ട്രാൻസ്മിഷൻ ഓഫ് ദി ഇൻ്റർഫിയേഴ്സ് വിത്ത് ന്യൂറോ ട്രാൻസ്മിറ്റർ ഡോപ്പമിൻ. അതിൻ്റെ ട്രാൻസ്മിഷനുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ട്രാൻസ്മിഷനെ ഇൻ്റർഫിയർ ചെയ്യുന്നതാണ് എന്ത്, ഈ കൊക്ക ആൽക്കലോയിഡ്. അപ്പം അതാണ് നിങ്ങളവിടെ എഴുതുക, ഇറ്റ് ഇൻ്റർഫിയേഴ്സ് വിത്ത് ന്യൂറോ ട്രാൻസ്മിറ്റർ ഡോപ്പമിൻ എന്നുള്ളത്. ദെൻ എറിത്രോസൈലം കൊക്കയാണ് ആ ചെടിയിൽ നിന്നാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ. പിന്നെ വീണ്ടും കൗമാരക്കാരിൽ എങ്ങനെയാണ് ഇത് തടയാം, ഇതാണ് ഞാൻ പറഞ്ഞത്. ജനറൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ഇതിനകത്ത് നിന്ന് ഒരുപാട് വരുന്നുണ്ട് എന്നുള്ളത്. സോ അത്തരത്തിൽ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റനുകൾ ഇതിനകത്തുണ്ട്. പിന്നെ ടൈപ്പ് ഓഫ് ട്യൂമർ, ക്യാൻസറിൻ്റെ ഏതൊക്കെ ടൈപ്പ് ഇതിനകത്ത്. ക്യാൻസർ ആവുന്ന ട്യൂമർ നമുക്കറിയാം, മാലിഗ്നൻറ്റ് ട്യൂമർ ഉണ്ട്. ട്യൂമർ 2 ടൈപ്പ് ഉണ്ട്. ബിനൈൻ, പ്രശ്നമില്ലാത്ത അവിടെ തന്നെ നിൽക്കുന്ന, വേറെ അങ്ങോട്ട് സ്പ്രെഡ് ആവാത്തതും. പിന്നെ മാലിഗ്നൻറ്റ്, ഭയങ്കരമായിട്ട് പെട്ടെന്ന് സ്പ്രെഡായി വേറെ സ്ഥലത്തോട്ട് പോകുന്നതുമൊക്കെ. അപ്പോൾ അതിനെയാണ് നമ്മൾ മെയിൻലി ഇതിനകത്ത് ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പോൾ മെറ്റാസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ ക്യാൻസർ സെല്ലുകൾ ഒരു സ്ഥലത്തു നിന്ന് മറ്റു സ്ഥലത്തോട്ട് പടരുന്നതിനെയാണ് എന്ത് വിളിക്കുക, മെറ്റാസ്റ്റാസിസ്. അപ്പോൾ അത് കാര്യങ്ങൾ. ദെൻ അതുപോലെ ബിനൈൻ ട്യൂമറും മാലിഗ്നൻറ്റ് ട്യൂമറും, പ്രശ്നമില്ലാത്ത മുഴയും പ്രശ്നമുള്ള മുഴയും തമ്മിൽ വ്യത്യാസങ്ങൾ എന്താണെന്നൊക്കെ. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഹെൽത്ത് ആൻഡ് ഡിസീസിൻ്റെ പാർട്ട് 1ഉം പാർട്ട് 2 വളരെ ഷോർട്ടായിട്ട് തന്നെ, അധികം വല്ലാണ്ട് നീളുന്ന വീഡിയോ ഒന്നുമില്ല. നിങ്ങൾ 2x അടിച്ച് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തീർക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ വീഡിയോ നീളണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത് ക്വസ്റ്റ്യനുകൾ മാത്രം പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ സൊല്യൂഷന് നിങ്ങൾ ഒരു കമൻറ്റ് ബോക്സിൽ അതിൻ്റെ 2 വീഡിയോയുടെയും ലിങ്ക് ഞാൻ അതിനകത്ത് പിൻ ചെയ്യാം. നിങ്ങളത് പോയിട്ട് കാണുക. അപ്പം ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.